is that the BJP will end up between 200 and 220 seats. 200 at the low end, 220 at the upper end. That range is what the BJP can expect. I would vote for that, yes. നമ്മുടെ ധനമന്ത്രിയും BJP-കാരിയുമായ നിർമ്മല സീതാരാമന്റെ ഭർത്താവും എക്കണോമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ പറകാല പ്രഭാകർ അദ്ദേഹത്തിന്റെ മോദി വിരുദ്ധ BJP വിരുദ്ധ കൃത്യമായ രാഷ്ട്രീയ നിലപാട് കൊണ്ട് നമുക്കൊക്കെ വളരെ സുപരിചിതനാണ്. അദ്ദേഹത്തിന് 2024 ഇലക്ഷൻ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. BJPക്ക് പരമാവധി 200 മുതൽ 220 വരെ സീറ്റുകൾ, NDAക്ക് 255 മുതൽ 265 വരെ സീറ്റുകൾ ലഭിക്കും. കേവല ഭൂരിപക്ഷമായ 272 എത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രവചനം. നരേന്ദ്രമോദിയുടെ ഭാവിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെ എല്ലാ സ്വേച്ഛാധിപതികളുടെയും ഏകാധിപതികളുടെയും ഒക്കെ അന്ത്യം കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ ആണ് അവസാനിക്കുക എന്ന്. ഒന്ന് വെച്ചാൽ മരണം അല്ലെങ്കിൽ ജയിൽ എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ഇപ്പൊ ഏകദേശം 70% സീറ്റുകളിലേക്കുള്ള വോട്ടിംഗ് ഇന്ത്യയിൽ കഴിഞ്ഞു. ഓരോ സംസ്ഥാനവും എടുത്ത് വിശദമായി വിലയിരുത്തി തന്നെയാണ് അദ്ദേഹം ഈ ഒരു കണക്കുകൂട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. ദി വൈറിൽ കരൺ ഥാപ്പറുമായി നൽകിയ കരൺ ഥാപ്പറുമായിട്ടുള്ള ഒരു സംസാരം, ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വിശകലനമൊക്കെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ വിശകലനം കുറച്ചുകൂടെ വിശ്വസനീയമായി തോന്നി. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും BJP പൂജ്യപി ആകുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ വിലയിരുത്തലാണ് നടന്നത്. പൂജ്യപി ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം, അല്ലേ? What about Tamil Nadu and Kerala? They had 0 seats in 2019 in those two states. What will happen in 2024? Those two states will return again 0. Again 0. No seats in either Tamil Nadu or Kerala, despite the fact that BJP is making a great effort in both states. Yeah, they are making a great effort, but I don't think that effort will really pay. So when Amit Shah in his interviews boasts that the BJP could win up to 5 or 6 seats in Tamil Nadu and 2 or 3 in Kerala, you're saying that is just a boast. You do not think they will have any in either of those two states? You know, political leaders' forecasting is part of the campaign pitch. Very true. അദ്ദേഹം പറയുന്നതിന്റെ ഒരു രത്ന ചുരുക്കം, ഉത്തരേന്ത്യയിൽ BJPക്ക് 80 മുതൽ 95 വരെ സീറ്റുകളും ദക്ഷിണേന്ത്യയിൽ 15 സീറ്റുകളും നഷ്ടപ്പെടുമെന്നാണ്. ഉത്തരേന്ത്യയിലെ നഷ്ടപ്പെടുന്ന സീറ്റുകൾ ശരാശരി 87 എന്നൊരു കണക്കെടുക്കുകയാണെങ്കിൽ പോലും 2019 നേടിയ 303 സീറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് 87 പ്ലസ് സൗത്ത് ഇന്ത്യയിലെ 15 അടക്കം 102 സീറ്റുകൾ കുറയും. ഒരു 200 സീറ്റുകളാണ് BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കാൻ സാധ്യത എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. Let's then come, Dr. Parakala, to North India. And let's start with UP, by far the biggest state. In 2019, they won 62 out of 80 seats. What do you think they will win this time around? Karan, I think the maximum that they could make in UP, my reckoning, is 50. What will happen to BJP in Bihar? I believe last time round, if I've got it right in memory, they won 18 themselves. How many will they win this time? 17 or 18 they won. I think they would definitely lose about 6 to 7 there. 2014 തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടത് വികസനം, കോൺഗ്രസിന്റെ അഴിമതിയൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തിയാണ്. 2019 നമുക്ക് ഓർമ്മയുണ്ട്, പുൽവാമ, രാജ്യസ്നേഹം, ബൽവാക്കോട്ട് അല്ലെ, രാജ്യസ്നേഹം ഒക്കെ ആയിരുന്നു. എന്നാൽ ഇത്തവണ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. വർഗീയ പ്രസംഗങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് അഴിമതി, തൊഴിലില്ലായ്മ, ഭരണവിരുദ്ധ വികാരം എന്നിവയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. ഹിന്ദുത്വ വികാരം ആളിക്കത്തിച്ച ആദ്യത്തെ തിരഞ്ഞെടുപ്പാണിത്. അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറകാല പ്രഭാകരന്റെ വിലയിരുത്തൽ. എല്ലാവരും എപ്പോഴും പറയും വർഗീയത പറഞ്ഞില്ലെങ്കിൽ BJPക്ക് വോട്ട് കിട്ടില്ല, വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഈ പച്ച വർഗീയത പറയുന്നത്. എന്നാൽ പറകാല പ്രഭാകർ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത്രയേറെ വർഗീയത പറഞ്ഞാൽ ആർക്കും വോട്ട് കിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. രാമക്ഷേത്രം BJPയെ തുണയ്ക്കില്ല, മോദിയുടെ കരിസ്മ ഇപ്രാവശ്യം കുറവാണ്, മോദി തരംഗം അലയടിക്കുന്നില്ല, വർഗീയ BJP ഇപ്പോൾ മൊത്തത്തിൽ 24 മുതൽ 25% വോട്ടേ സ്വന്തമായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണത്തെ 33% രാജ്യസ്നേഹത്തിനും വികസനത്തിനും ജനക്ഷേമത്തിനും കൂടി ഈ 25 മുകളിൽ കിട്ടിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കേരളം, കർണാടക അതിൽ ലഭിക്കുന്ന സീറ്റ്, UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന, ഡൽഹി, മഹാരാഷ്ട്ര, ബംഗാൾ, ഒഡീഷ,
ഗുജറാത്ത്, വടക്ക് കിഴക്കൻ മേഖലകൾ എന്നിവയെ കുറിച്ചൊക്കെയുള്ള വിലയിരുത്തൽ ആ അഭിമുഖത്തിലുണ്ട്. നിങ്ങൾ എല്ലാവരും അഭിമുഖം കാണണം. നമ്മുടെ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള ഒരു കണക്കിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു പോകാം. Last time around 2019, of those 129 or 130 who had Pondicherry seats in South India, the BJP had 29. You're now saying that they'll get at best 10, 12 in Karnataka, let's say 12, at best another 4 in Telangana and maybe 1 in Andhra. That comes to a total of 17. So of the 29 seats, they're only retaining 17, they're losing 12. They could even lose 50%. ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് പറകാലയുടെ പ്രവചനം. ആന്ധ്രാപ്രദേശ് 1-2 സീറ്റ് ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കും. തെലങ്കാനയിലും ചിലപ്പോൾ ഒരു സീറ്റൊക്കെ കൂടുതൽ കിട്ടാം. പക്ഷെ തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ ഇപ്പോഴും വട്ടപൂജ്യം, 0-0, ആരും ജയിക്കില്ല. കർണാടകയിൽ 12 മുതൽ 15 വരെ സീറ്റുകൾ നഷ്ടപ്പെടും. സൗത്ത് ഇന്ത്യയിൽ ആകെയുള്ള 29 സീറ്റിൽ പകുതിയും നഷ്ടപ്പെടും, 50% നഷ്ടപ്പെടും. നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണെങ്കിൽ പരമാവധി BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു 50 സീറ്റാണ്. ബീഹാറിൽ 6-7 സീറ്റ് നിലവിലുള്ളതിൽ നിന്ന് നഷ്ടപ്പെടും. രാജസ്ഥാനിൽ 5 സീറ്റ് പോകും. മധ്യപ്രദേശിൽ 3 സീറ്റ് പോകും. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് 10 സീറ്റ് കുറയും. ഹരിയാന 7-8 സീറ്റുകൾ നഷ്ടപ്പെടും. ഡൽഹിയിൽ 5-6 സീറ്റുകൾ നഷ്ടപ്പെടും. ആകെ മൊത്തം 30 സീറ്റെങ്കിലും കുറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാരാഷ്ട്രയിൽ 12 സീറ്റെങ്കിലും നഷ്ടപ്പെടും, പകുതി സീറ്റിലും തോൽക്കുകയാണ്. ബംഗാളിൽ 4-5 സീറ്റ് BJPക്ക് കുറയും. ഗുജറാത്ത്, നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ സംസ്ഥാനത്ത് 5 സീറ്റെങ്കിലും കുറയുമെന്നാണ് പ്രവചനം. സൗത്ത് ഇന്ത്യയിൽ മൊത്തം 50% സീറ്റ് കുറയും. അതാണ് ഏകദേശം നേരത്തെ പറഞ്ഞ 15 സീറ്റ് ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഏകദേശം 80 മുതൽ 95 വരെ സീറ്റിനിടയിൽ കുറയും. കാരണം എവിടെയും സീറ്റ് കൂടില്ല, ഉള്ള സീറ്റ് നിലനിർത്താനുള്ള യാതൊരു സാഹചര്യവുമില്ല. അപ്പൊ ആവറേജ് എടുത്താൽ 87 സീറ്റ് വരെ നോർത്ത് ഇന്ത്യയിൽ കുറയാം. ഒറൈസിയിൽ സീറ്റ് കിട്ടില്ല. അപ്പൊ മൊത്തം 102 സീറ്റ് 303 നിന്നും കുറച്ചാൽ 200 സീറ്റ് കിട്ടുമെന്നതാണ് കണക്ക്. Just to sum up the picture, you're saying the BJP could lose in North India, which includes now the Northeast and Assam, between 95 at the upper end and 80 at the lower end. Let's take an average of 87. So 87 seats lost in North India and the Northeast, another up to 15 lost in South India. That comes to a total of 102 seats. Since the BJP won 303 in 2019, you're actually talking about the BJP winning somewhere around 201, 202. Much lower than the 220, 230 we started with. 220, 230, last time when I said this, that was in the context of the electoral bonds. But after that, whatever has happened, and if you look at the lower side of what I'm saying, is they could be below 220. They could be below 220, but if there are, because these are all estimates, not based on the quantitative data, but the overall page and the overall percentage of past elections and all that, then even if there is a little error here and there, it cannot be more than 220 at any rate current. രാവിലെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള വാർത്തയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നാളെയും വരാൻ മറക്കരുത്. നമുക്ക് ഇലക്ഷൻ ചർച്ചകൾ നടത്തണം. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയണ്ടേ. എന്റെ ഓഡിയൻസിനെ കുറിച്ച് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. ഇപ്പൊ ഞാൻ അത്ര വലിയ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ പ്രവചന വിദഗ്ധ എന്നല്ല, എന്നെക്കാൾ വളരെ നന്നായി രാഷ്ട്രീയം അറിയാവുന്നവരാണ് എന്റെ ഓഡിയൻസ് എന്ന അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ആ അരക്ഷിതാവസ്ഥ എനിക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കും എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോകുന്നു ഭയങ്കര പേടിയില്ല ഞാൻ ശരിക്കും ഓരോ ദിവസം വീഡിയോയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ പറകാല പ്രഭാകരനെക്കാളും യോഗേന്ദ്ര യാദവിനെക്കാളും എന്നെക്കാളും വളരെ ഇത് അരച്ചു കലക്കി കുടിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന സീറ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കമന്റ് ഇടണം. ഉത്തർപ്രദേശ് എന്താണ് സംഭവിക്കുക, മഹാരാഷ്ട്ര എന്ത് സംഭവിക്കും, ബീഹാർ, അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ ഏത് സ്റ്റേറ്റിനെ കുറിച്ചാണ് നിങ്ങൾ വിദഗ്ധനെങ്കിൽ ഡൽഹിയിൽ എന്ത് സംഭവിക്കും, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിശദമായി കമന്റ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കും വായിക്കാം, കൂടെ വായിക്കുന്ന എല്ലാവർക്കും അതിൽ അറിവ് കിട്ടും. എത്ര സീറ്റുകൾ കുറയും, എത്ര സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്, BJPക്ക് സീറ്റ് കുറയുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും എന്താണ് അതിന്റെ കാരണം, പ്രാദേശികമായ കാരണങ്ങളാണോ അതോ ഈ പച്ചവർഗീയതയും വൃത്തികേടും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടാണോ എന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ.